എല്ലാ കൂട്ടുകാർക്കും സൺവോൾ ഓക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് 14 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു മാനുവൽ കാറും 15.5 ലക്ഷം താഴെ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക്കും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വാഹനമാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഡെൽറ്റ വേരിയന്റ്. കാരണം ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റിന് 1,15,000 രൂപയാണ് സ്ട്രേറ്റ് അവേ എക്സ് ഷോറൂം പ്രൈസിൽ നിന്ന് ഓഫർ കൊടുത്തിരിക്കുന്നത്. അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ മറ്റു ഓഫറുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ബ്രെസ ZXi വേരിയന്റിനേക്കാളും പ്രൈസ് കുറവിൽ ഈ ഡെൽറ്റ വേരിയന്റ് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എല്ലാ ഓഫറുകൾക്ക് ശേഷം എത്ര രൂപയ്ക്ക് എക്സാക്ട് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ഗ്രാൻഡ് വിറ്റാരയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള ഡെൽറ്റ വേരിയന്റ് ആണിത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡെൽറ്റ മാനുവൽ വേരിയന്റിന് ഓട്ടോമാറ്റിക് വേരിയന്റിനും ഇപ്പോൾ 1,15,000 രൂപ സ്ട്രേറ്റ് അവേ ഓഫറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റ് ഓഫറുകൾ ഒന്നും കഴിയാണ്ട് സ്ട്രേറ്റ് അവേ വാഹനത്തിന് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് അത്ര ഓഫർ ഈ ഓണത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 14 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഈ മാനുവൽ വേരിയന്റും 15.5 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിന് ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ആ ബഡ്ജറ്റിന് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റ് തന്നെയാണ്. ഗ്രാൻഡ് വിറ്റാരയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റും ഈ ഡെൽറ്റ വേരിയന്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വേരിയന്റിൽ ആകെ മിസ്സിംഗ് ഉള്ളത് നമ്മളുടെ അലോയ് വീൽസും ബാക്കിലെ വൈപ്പേഴ്സും ആണ്. അലോയ് വീൽസ് നിങ്ങൾക്ക് ഏകദേശം 45,000 രൂപ ബഡ്ജറ്റിൽ ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റിന് ഉള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് 3 ജുവൽ ടൈപ്പിലുള്ള DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴെ നമുക്ക് പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്, LED ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. അതിന് ചുറ്റും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇത് നമുക്ക് ക്രോം ഇൻസൈറ്റിലേക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. താഴെ നമുക്കിവിടെ ഫ്രണ്ടിൽ സിൽവർ ഫിനിഷിലാണ് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ട് വരുന്ന ഒരേ ഒരു ഡിഫറൻസ് ഈ വാഹനത്തിൽ അലോയ്സ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു അലോയ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഈ വാഹനം. ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 215/60R17 ആണ് ടയർ സൈസ്. ഒരു ബ്ലാക്ക് കളറുള്ള സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇപ്പോൾ ബേസ് വേരിയന്റിന്റെ സെയിം ടയർ സൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഐദർ ഷോറൂമിൽ നിന്ന് ഒറിജിനൽ അലോയ്സ് വാങ്ങാം, അല്ലെങ്കിൽ പുറത്തു നിന്നാണെങ്കിൽ 17 ഇഞ്ച് അലോയ്സ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. താഴെ നമുക്ക് ആ ഒരു ക്ലാഡിങ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. വാഹനത്തിന് വശങ്ങളിൽ ബാക്ക് വശം വരെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. കീലെസ് എൻട്രി ബേസ് വേരിയന്റ് അവൈലബിൾ ആണ്. ഇതിപ്പോ 50% ടിന്റ് ചെയ്ത ഗ്ലാസുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതെല്ലാം ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് റെയിൻ ഗാർഡ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു ക്രോം ഇൻസെർട്ട് ഉള്ള റെയിൻ ഗാർഡാണ് വരുന്നത്. ഈ പോർഷനിലും റെയിൻ ഗാർഡ് വരുന്നുണ്ട്, പക്ഷെ അവിടെ ക്രോം ഇൻസെർട്ട് വരുന്നില്ല. റൂഫ് റെയിൽസ് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റിൽ വരുന്നുണ്ട്. ആ സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന കാണാം. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ വശങ്ങളിൽ നോക്കുമ്പോൾ അലോയ്സിന്റെ ഒരു മിസ്സിംഗ് മാത്രമാണ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ടെയിൽ ലാമ്പ് ബേസ് വേരിയന്റ് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് വൈപ്പർ മാത്രമാണ്. ഡിഫോഗർ ഉള്ള ഗ്ലാസുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ സ്പോയിലർ എക്സ്റ്റൻഷൻ ഇതിനകത്ത് ബ്ലാക്ക് ഫിനിഷിൽ ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. നമുക്ക് LED ടെയിൽ ലൈറ്റുകളാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ലൈറ്റും താഴെ അതിൽ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ റിഫ്ലക്ടേഴ്സ് കാണാം. ഈ കാണുന്ന ഈ ക്രോം ഫിനിഷ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ടെയിൽ ലൈറ്റിന്റെ താഴെ വരുന്ന ഈ ക്രോമും ആക്സസറി ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വലിയ ലെറ്ററിങ് കാണാം. താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്, ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 373 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. പാർസൽ ട്രേ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റും 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് ബൂട്ടും കാണാം. ഇതിനകത്ത് മാറ്റ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ 2025 അപ്ഡേറ്റ് വന്നപ്പോൾ സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പഞ്ചർ കിറ്റാണ് അഡീഷണലി വരുന്നത്. 60/40 സ്പീഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാണാം. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഡോർ പാഡിലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ. ഡയർ സൈഡിൽ പിന്നെ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ കാണാം. മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കും. സ്പീക്കർ ഗ്രില്ല് കാണാം.
ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ വേരിയന്റിലാണ്. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ലെതർ ഫിനിഷ് ആയിട്ടുള്ള സീറ്റ് കവർ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാനുവൽ വേരിയന്റ് ആണെന്നാണ് എനിക്ക് ഡെഡ് പെഡൽ കാണാം. ഇതിനകത്തുള്ള ഒരു മാറ്റ് ഇത് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്ന വിനൈൽ ഫ്ലോറിംഗ്. ഇവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ബട്ടൺ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയിൽ നിങ്ങൾക്കൊരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ വേണമെങ്കിൽ നിങ്ങൾ മിനിമം ഈ ഡെൽറ്റ വേരിയന്റെങ്കിലും എടുക്കേണ്ടി വരും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ വേരിയന്റ് തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചർ അനലോഗാണ്. നിനക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും അല്ലെങ്കിൽ നീഡിലുകൾ ആ ക്ലസ്റ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കാണാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് TPMS ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സുസുക്കി കണക്ട് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ ഉള്ള ജസ്റ്റാണ്. നമുക്ക് USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ്ലൈറ്റ്സോടുകൂടി ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഒരേ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് എന്നുള്ളതാണ്. മറ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 360 ക്യാമറയൊക്കെ ടോപ്പ് എൻഡിലാണ് മാരുതി ആഡ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ AC വെന്റ്സിനകത്തെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഹസാർഡ് ലൈനിന്റെ ബട്ടൺ കൊടുക്കും. താഴേക്ക് വന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് ആ പഴയ കീ തന്നെ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, 12 വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഗിയർ ലിവറിൽ ഇതിന് മുമ്പ് ഡെൽറ്റ വേരിയന്റിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ആ ഒരു ഗിയർ നോബായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് സോഫ്റ്റ് ടച്ച് ആണ് ടോപ്പിൽ. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും അതിനകത്ത് കാണാം. ഇതിപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസസ് വിത്ത് മിറർ കൂടിയാണ് വരുന്നത്. സെന്റർ IRVMs, മാനുവൽ ഡിമിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലോജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര വേണം, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഈ ഡെൽറ്റ വേരിയന്റ് ആണ്. ഒരു കാരണവശാലും സിഗ്മ എടുക്കരുത്. സിഗ്മേനേക്കാളും മച്ച് വാല്യൂ ഫോർ മണി ഈ ഡെൽറ്റ വേരിയന്റ് തന്നെയാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ ഡോറുകൾ തുറക്കാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാനായിട്ട് പറ്റും. 2 ടോൺ കളർ തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. സ്പീക്കർ വില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ 2 Type C ചാർജിംഗ് പോർട്ടുകളാണ് വരുന്നത്. ഒന്ന് ഫാസ്റ്റ് ചാർജിംഗ് ആണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെന്ററിൽ നമുക്ക് ഒരു സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലെ ഏകദേശം 10 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ ഇങ്ങനെ കോർണർ ബൗണ്ടർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഗ്രാബ് ഹാൻഡിൽ കാണാം. നമുക്ക് ഈ വശത്തെ ഗ്രാബ് ഹാൻഡിൽ ഒരു ഹുക്ക് കാര്യങ്ങളും. ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മളുടെ ഡെൽറ്റ വേരിയന്റിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ മാരുതിയുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനിലാണ് ഡെൽറ്റ വേരിയന്റ് വരുന്നത്. ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് അവൈലബിൾ ആണ് നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടി. അതിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രൈസ് ഏകദേശം 20 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ഡെൽറ്റ വേരിയന്റിൽ നിങ്ങൾക്ക് ആ ഒരു എഞ്ചിൻ വിത്ത് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 5 സ്പീഡ് മാനുവലിലാണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 15-നും 16-നും ഇടയ്ക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഈ സെഗ്മെന്റിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ ഇത്രയും മൈലേജ് തരുന്ന വേറൊരു വാഹനം ഇപ്പോൾ വേറെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചും കൂടി നോക്കണം. കാരണം ക്രെറ്റയുടെ ഒക്കെ ബേസ് വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പ്രൈസ് ഒക്കെ വരുന്നുണ്ട്.
ക്രെറ്റയുടെ ഡീസലിന് കിട്ടുന്ന ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് നിങ്ങൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഈ പെട്രോൾ വേരിയന്റിന് ലഭിക്കും. ഇപ്പോൾ സെൽറ്റോസ്, ക്രെറ്റ, ഇപ്പോൾ എന്താ പറയുക കർവ്, ഈ ഒരു സെഗ്മെന്റിൽ മറ്റേ ഏത് വാഹനം നോക്കുകയാണെങ്കിലും കൂടുതൽ മൈലേജ് വരുന്നത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര തന്നെയായിരിക്കും. ഈ വാഹനത്തിന് ഇപ്പോൾ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 1,65,000 രൂപ വരെയാണ് ഈ ഡെൽറ്റ വേരിയന്റിന് ഇപ്പോൾ മാരുതി ഓഫർ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഓഫറാണ് 1,65,000 രൂപ വരെ. അതിനകത്ത് എക്സ് ഷോറൂം പ്രൈസിൽ നിന്ന് സ്ട്രെയിറ്റ് അവേ 1,15,000 രൂപ കൺസ്യൂമർ ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. അഡീഷണലി 40,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറുമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് ഓഫറുകൾ കഴിഞ്ഞ് 12,95,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതിനകത്ത് കൺസ്യൂമർ ഓഫറും എക്സ്റ്റൻഡഡ് വാറന്റിയും മാത്രം കുറച്ചിട്ടുള്ള പ്രൈസാണ്. എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്ചേഞ്ച് ബോണസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 ലക്ഷം രൂപയ്ക്കൊക്കെ ബേസ് സിഗ്മ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുന്ന ഡെൽറ്റ വേരിയന്റ് 13,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് എക്സ്ചേഞ്ചും വേണ്ട, കോർപ്പറേറ്റും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പോലും 13,75,000 നിങ്ങൾ ഈ കാണുന്ന വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ബെസ്റ്റ് ഡീലാണ്. എക്സ്ചേഞ്ചും മറ്റേ കോർപ്പറേറ്റ് ഓഫർ കിട്ടുകയാണെങ്കിൽ ഏകദേശം 13,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെൽറ്റ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ ഡെൽറ്റ ഓട്ടോമാറ്റിക്, എൻ്റെ അഭിപ്രായത്തിൽ ഡെൽറ്റ എടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ എടുക്കുന്നവർ ഓട്ടോമാറ്റിക്കിലേക്ക് പോകണം. അതും ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 15,39,000 രൂപയ്ക്ക് ഡെൽറ്റ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും കൺസ്യൂമർ ഓഫറും ലഭിക്കും. അതെല്ലാം കൂടിയും കിട്ടുകയാണെങ്കിൽ 15 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഡെൽറ്റ ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാം. ഗ്രാൻഡ് വിറ്റാര ഇറങ്ങിയതിന് ശേഷമുള്ള ദ ബെസ്റ്റ് ഓഫറാണ് ഇപ്പോൾ ഓണത്തിന് കൊടുത്തിരിക്കുന്നത്, എസ്പെഷ്യലി ഈ ഡെൽറ്റ വേരിയന്റുകൾക്ക്. ഇപ്പോൾ ബ്രസ ZXനേക്കാളും പ്രൈസ് താഴെ നിങ്ങൾക്ക് ഈ വാഹനം ലഭിക്കും. മറ്റേ ക്രെറ്റ, സെൽറ്റോസ് ഒക്കെ വിട്ടേക്ക്, അതിൻ്റെയൊക്കെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഏകദേശം 20 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം പക്ക വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഗ്രാൻഡ് വിറ്റാര ഇതിനും, അതായത് ഇറങ്ങിയ സമയത്തുള്ള സിഗ്മയൊക്കെയാണ് അല്ലെങ്കിൽ ഡെൽറ്റയൊക്കെയാണ്, അതൊന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ബ്രസ ഒന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നവർക്കൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓഫറാണ് ഇപ്പോൾ ഈ ഓണത്തിന് എന്താണെങ്കിലും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.